ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് എരിവുള്ള മുളകും എരിവില്ലാത്ത കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂട്ടി പൊടിച്ചാണ് കേട്ടോ, പകുതിയും. അപ്പോൾ നമുക്ക് 1.5 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കണേ. ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക. ഒരു നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങയുടെ നീര് കേട്ടോ. ഒരു മുട്ട ബീറ്റ് ചെയ്ത് അതുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കൻ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ബോൺലെസ് ചിക്കൻ എടുക്കണം കേട്ടോ. ഒട്ടും എല്ലില്ലാത്ത ചിക്കൻ നോക്കി ചെറുതാക്കി പീസാക്കി എടുക്കുക. ഒരുപാട് വലിയ പീസാക്കരുത്, ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കുക. ഇനി നമുക്ക് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് എല്ലാ പീസിനെയും നന്നായിട്ടാവണം. തിരുമ്മി വയ്ക്കുക. ഇനി നമുക്കിത് അടച്ചിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ പകരം നിങ്ങൾ വേണമെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതായിട്ട് തിരുമ്മിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ വറുക്കാനായിട്ട് ആ ഓയിലിൽ തന്നെ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഓയിൽ ഒഴിക്കുക. ഞാനൊരു 1.5 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉറച്ച് ഇട്ട് കൊടുക്കുക. എടുക്കാം കേട്ടോ. നമുക്ക് 4-5 മിനിറ്റ് വേണ്ടി വരുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ആയിട്ടുണ്ട്. നമുക്ക് കോരി വേറെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. കേട്ടോ. അതുപോലെ കൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ആ സമയത്ത് എടുക്കാം. നമുക്ക് കൊരി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 12-13 മിനിറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ വറുത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ. ചിക്കൻ ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന് നമ്മുടെ മസാലയൊക്കെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക. മൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് കോരിയെടുക്കുക. ഇത് ചൂടായിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. അത് നമുക്കെല്ലാം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കുക. ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. നമുക്ക് അതിന് സോസ് റെഡിയാക്കി എടുക്കാം നമുക്ക് കേട്ടോ. പാൻ ചൂടാവട്ടെ. ഒരു കഷ്ണം ഉപ്പില്ലാത്ത ബട്ടർ എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണ്, ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായ കണക്കിന് ഒരു കഷ്ണം ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുക്കുക. ഉപ്പില്ലാത്ത ബട്ടർ കേട്ടോ. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ഏറ്റവും കുറഞ്ഞിടണം. 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. മൈദ കേട്ടോ. 1 ടേബിൾ സ്പൂണ്. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈവിടാതെ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ലോ ഫ്ലെയിമിൽ ഇടണം. നമുക്ക് അതിലേക്ക് ഒരു 250 ml കപ്പിൽ 1 കപ്പ് പശുപാൽ ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാം കേട്ടോ. നമുക്ക് കുടുങ്ങി കിട്ടണം. നമുക്കിതിലേക്ക് 2 ഷീറ്റ് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ.
ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിൽ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇത് മതി കേട്ടോ. ഇതുപോലെ ആയിരിക്കണം, ഒരുപാട് കുറുകി പോകരുത്, ഇതുപോലെ വേണം. ഇത് നമുക്ക് ചൂടോടെ 2 ബൗളിലേക്ക് പകർത്തണം കേട്ടോ. അത് പകുതിയും പകുതി, കൃത്യം പകുതിയും പകുതി 2 ബൗളിലേക്ക് പകർത്താം. ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. രണ്ടാമത്തെ ബൗളിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് വിതറിയിട്ട് കൊടുക്കാം കേട്ടോ. മുകളിൽ നമുക്ക് ഒരു 3 ഷീറ്റ് ചീസ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഓവനിൽ വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചൂടിൻ്റെ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മളെ സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മാറി മാറി സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.